ഹായ് ഗൈസ്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. നമുക്കല്ല, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇച്ചിരി വീഡിയോയും കൂടി എടുക്കാമെന്ന്. കാരണം ഒറ്റയ്ക്കാണ് പോകുന്നത്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോവുക, വായി നോക്കുക, ശുദ്ധമായ വായു കൊള്ളുക, തിരിച്ച് വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ആദ്യം സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോകാം. കാരണം അത്യാവശ്യം സമയമുണ്ട്. ചേട്ടി പിടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. ഇപ്പോൾ സമയം എത്രയായി? എനിക്ക് തോന്നുന്നു 9:45. 10 മണിയാകുമ്പോൾ പോകണല്ലോ. 10:30ക്കാണ് ബസ്. അത്യാവശ്യം നല്ല സമയമുണ്ട്. നമുക്ക് വേഗം ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാം. പെനിയുണ്ട്. അവിടെ പോയി വല്ല ബ്രെഡോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിച്ചിവിടെ നോക്കി സംസാരിക്കും. പേര് ആൾക്കാരെ ഇപ്പോഴത്തെ പുറത്തിടും. കാരണം കുറേ സാധനമുണ്ട്. പക്ഷേ അതിലേക്കൊന്നും നമ്മളെ നോട്ടം പോകരുത്. കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു പോകും. നമുക്ക് ബ്രെഡ് സെക്ഷനിലേക്ക് പോവാം. അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ആ ചേച്ചി പോയി. അപ്പോൾ നമുക്ക് എടുക്കാം. കുറേ ഉണ്ട്, പക്ഷെ നമ്മൾ കുറേ ഒന്നും എടുക്കരുത്. അതൊന്നേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുളിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് മുടി നിൽക്കുന്ന പോലെ കണ്ടില്ലേ, എണ്ണയൊക്കെ ഇട്ട് നല്ല മുടിയൊന്ന് ഒതുക്കി കുളിച്ചത്. പക്ഷേ കണ്ടില്ലേ, ഇതാണ് മുടീൻ്റെ അവസ്ഥ. നമുക്ക് പോയി ബില്ലാക്കാം. അവിടെ ബില്ലാക്കി തൊടുത്തിരിക്കും ക്യാമറ പിടിക്കാൻ പറ്റിയിട്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കിക്കാം. നമുക്ക് ഇനി അവിടെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നിട്ട് കഴിക്കാം. കഴിച്ചിട്ട് പേപ്പർ നമുക്ക് അവിടെ ഇടാം. കാരണം 10 മണിയായുള്ളൂ. 10:31 ബസ്. അത്യാവശ്യം നല്ല സമയമുണ്ട്. അരമണിക്കൂറോളമുണ്ട്. അവിടെ പോയിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോവുക, കറങ്ങുക, 2-3 കടയിൽ കയറുക, ഡ്രസ്സൊക്കെ ട്രയൽ വെക്കുക, ഇറങ്ങുക. ഇതൊക്കെ തന്നെ ആയിരിക്കും ഇന്ന് പരിപാടി. പിന്നെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ 11 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അവിടെ എത്തുമ്പോഴത്തേന് 1 മണിയൊക്കെ കഴിയും. എൻ്റെ ഇടയ്ക്ക് വല്ല പ്ലാൻ ചേഞ്ച് ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. എന്തൊക്കെയാണ് പറയണത് എനിക്കൊരു ഐഡിയ ഇല്ല. മുടിയൊക്കെ നല്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ എണ്ണിടാത്തത്. പക്ഷെ ഉമ്മ വിളിച്ച് കഴിഞ്ഞപ്പോൾ എണ്ണിട്ട് കുളിക്കി. ഇപ്പോൾ കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ എണ്ണിയിടുന്നത്. ഞാൻ നാട്ടിലേരുന്ന സമയത്തെ ഈ ട്യൂലിപ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കണ്ട, ഇപ്പോൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഇതാ, കളർ കോമ്പിനേഷൻ. ഇപ്പോൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഇതാ. അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ ട്യൂലിപ്സ് അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് അവൽ ഇതില്ലാത്തത്? എന്തൊക്കെയോ വീഡിയോയിൽ പറയുന്നുണ്ട്. ചേട്ടത് പോയിട്ടേക്ക് നല്ലതായിരിക്കും. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തപ്പോഴേ അന്ന് സാന്ദ്ര കൂടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴേ എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് അറിയാൻ പറ്റുന്നില്ല. എന്താ പറയേണ്ടതെന്ന് വായിലൊന്നും വരുന്നില്ല. കാരണം ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതാണ്. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എവിടെ ഇറങ്ങുകയാണെങ്കിലും ഒരു പ്ലാനും ഇല്ലാണ്ട് ഇങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് അവസാനം എന്തെങ്കിലും നടന്നില്ലെങ്കിൽ പറയും പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി എന്ന്. എന്നാൽ അടുത്ത തവണ ഇറങ്ങുമ്പോഴോ വീണ്ടും പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങും. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് നിൽക്കും. അവിടെ പോയിട്ട് വേണം അവിടെ ഇരിക്കാം. നമ്മളപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിരിക്കേണ്ടത്. അതെനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ എടുക്കാൻ അത്യാവശ്യം നല്ല എളുപ്പമുള്ള പണിയാണെന്നാണ്. അല്ല കേസ്, അടുത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് മിണ്ടാൻ മടിയായിരിക്കും, ഇതാക്കാറൊക്കെ മടിയായിരിക്കും. ഇപ്പോൾ ആ ഒരു മടിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിരിക്കും. ആരുമില്ല, ആ ഒരു മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സ്ഥലം. ഞാൻ റോഡ് കാണിച്ചിട്ടുണ്ട് ഗൈസ്. വണ്ടികളെ അല്ലാതെ നമുക്ക് മനുഷ്യന്മാരുടെ എൻ്റെ കോൺഫിഡൻസ് ഫുൾ എൻ്റെ ഈ എണ്ണയിട്ട് മുടി കൊണ്ട് കളഞ്ഞു ഗൈസ്. എനിക്കാണെങ്കിൽ എൻ്റെ മുടി നല്ലതാണ്. എനിക്ക് ഏത് ഡ്രസ്സിട്ട് കൂടി ഞാൻ ചേരും ഇതിലൊരിതാണ്. പക്ഷേ എൻ്റെ മുടി കൊളയാൽ എൻ്റെ ഡ്രസ്സും കൊള്ളില്ല, ഞാനും കൊള്ളില്ല, ഒന്നും കൊള്ളില്ല. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ സൈക്കിളിലും, അല്ലാതെ കാറോ വേറെ വണ്ടിയൊന്നും ഈ സ്ട്രീറ്റിൽ കൂടെ പോകാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതൊരു കുട്ടിയുടെ ഇതൊക്കെ ചിരിച്ചു. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആ കുട്ടിയുടെ ഇതൊക്കെ ചിരിച്ചത് ഗൈസ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നൊന്നും ഇതിപ്പോൾ എത്രാമത്തെ പറയണേ. അപ്പോൾ അങ്ങനെയാണ്. ഇതിൽ നമുക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. സേഫാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് ഇടിച്ചിട്ടാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സീനുമില്ല. അപ്പം നമുക്കിങ്ങനെ നടക്കാം. നമുക്ക് റോസ്മാനി കയറാം. ഞാൻ കുറേ വിചാരിക്കും ഐലൈനർ എടുക്കണമെന്ന്. നമുക്കിവിടെ കിട്ടുമോ നോക്കാം. ഞാൻ തപ്പി നോക്കിയിട്ട് എനിക്കിതൊരു ഐലൈനർ ഒന്നും കിട്ടിയില്ല. മസ്കാര, ലിപ്സ്റ്റിക്ക്, അങ്ങനെ എൻ്റെ എല്ലാ സാധനങ്ങളും. പക്ഷേ ഐലൈനർ മാത്രമില്ല. എന്തായാലും നോക്കാം. ഫ്രണ്ടിൻ്റെ അവിടെ പോയപ്പോൾ ഐലൈനർ മറന്നു വെച്ച്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ ഐലൈനറില്ല. ഐലൈനറിലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉറക്കം തൂങ്ങി ഇറങ്ങിയതുപോലെ കോലം. പക്ഷേ കുറേ നേരം ഇവിടെ നിന്ന് തപ്പുന്നു. പക്ഷേ ആ സാധനം മാത്രം എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉണ്ട്. അതൊരു 2 മിനിറ്റും കൂടെ തപ്പി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ഷോപ്പിൽ പോകാം. മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്, പക്ഷേ ലിപ്സ്റ്റിക്ക് ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഇറങ്ങുന്നുണ്ട്. മതി. ഐലൈനർ എന്തുകൊണ്ടില്ല, നല്ലൊരു ഐലൈനർ എന്തുകൊണ്ടില്ല, അതാണ് എനിക്കറിയേണ്ടത്. ഒന്നും കൂടെ നോക്കാം. ഇവിടെ വേറെ ഉണ്ട്. ദേ കണ്ട, എവിടെ ദേ കണ്ട. ഇപ്പോഴാണ് ഞാൻ എന്നെ കണ്ടിച്ച്.
അതിൽ നിന്ന് ഞാൻ നല്ലൊരെണ്ണം നോക്കട്ടെ. നല്ലതില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇറങ്ങി. ഫൈനലി വി ഗോട്ട് ഇറ്റ്. അല്ല, ഞാൻ ഗോട്ട് ഇറ്റ്. കിട്ടി ഗൈസ്. ഇത്ര കാലം എന്ന് പറയാൻ അന്വേഷിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 2-3 റോസ്മാനിലും ഐ മീൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അവസാനം എനിക്ക് ഇവിടെ കിട്ടി ഗൈസ്. നമുക്ക് കുഴപ്പമില്ലായിരിക്കാം. അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ 1:15 വരും. ഇപ്പോൾ സമയം 12:55. ഇനി ഒരു 10-20 മിനിറ്റും കൂടി ഉണ്ട് അവൾ വരാൻ. അവൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തീരെ സമയമില്ല. എനിക്ക് എൻ്റെ 2 മണിക്ക് വേണം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എനിക്ക് 2 മണിക്ക് പോയേ പറ്റുള്ളൂ. അവർക്ക് 2:25 ട്രെയിനിൽ ഞാനത് പറഞ്ഞിട്ടില്ല. കുഴപ്പമെന്നാൻ്റെ കാര്യമായിരിക്കും. നമുക്കൊക്കെ 45 മിനിറ്റുള്ളൂ. എനിക്ക് ഫുഡ് കഴിക്കണം. രാവിലെ ഒരു കുറച്ച് കഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് ജ്യൂസ് കുടിച്ചു. അതാണ് ഇപ്പം നാളെ കഴിച്ചത്. കഴിച്ച് നമ്മൾ അനു വന്നിട്ടുണ്ട്. ഒന്നിട്ട് നോക്കി കുറേ എത്ര നേരത്തെ കാത്തിരിപ്പാ. ഞാൻ 12:15 അവിടെ വന്നിരിക്കുന്നുണ്ട്. കുട്ടി വന്നത് 1:45. ട്രെയിനിൽ ഒരാൾ ബോധം കെട്ട് വീണു. ഹോസ്പിറ്റലിൽ നാളെ വന്നു. ഇപ്പൊ എനിക്ക് എന്തോ ഒരു ഷർട്ട് ഗൈസ്. കൂടെ ഒരാളുണ്ടല്ലോ. ഞാൻ മാത്രമേ നാണകിടാൻ പോണത്. അതെ, ഞാൻ ഡ്രസ്സൊക്കെ വാരി കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അയ്യോ, നല്ല ചൂടുണ്ട് ഗൈസ്. എന്തൊരു വെച്ചിരുന്നു നല്ല കോസുണ്ട്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇനി എങ്ങോട്ടേലും പോകണം. ഒരു പ്ലാനില്ല, പക്ഷെ എങ്ങോട്ടേലും പോകണം. ഈ ഒരു പ്ലാനില്ലാന്ന് ഡെലിവറിയും കുറേ അടിച്ചിട്ടുണ്ട് ഗൈസ്. കുറേ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഒരു ഉണ്ട്. അപ്പം നമുക്ക് ബാക്കി ഗൈസ് ഞങ്ങൾക്കിപ്പോൾ പ്ലാൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാ പോകണം? അൺഎക്സ്പെക്റ്റഡ് ഹമ്മിലേക്ക്. നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അൺഎക്സ്പെക്റ്റഡാണ്. ആദ്യം ഇവള് വന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. തലേന്ന് രാത്രി 9 മണിക്ക് വിളിച്ചിട്ട് ഞാൻ വരട്ടെ വെച്ചു. പിന്നെ നേരെ വെളുത്തപ്പോൾ ഇവിടെ എത്തി. കഴിഞ്ഞ തവണയും വരുന്നു, ഇവരുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്ന ഒരു ദിവസം നൈസായിരുന്നു. ഇത് വരുന്നത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പോകുന്നത് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണിക്കാം. അവിടെ പോയിട്ട് എന്താ അറിയൂല, ചുമ്മാ എവിടെങ്കിലും ഒക്കെ കാരണം. അപ്പൊ എത്ര ബാക്കി നമുക്ക് പണിക്കണം. ഈ കേസ് നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ബാത്റൂം പോയേക്കാണ്. നമ്മൾ നേരെ ഹമ്മിലേക്ക്. രാവിലെ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്ലാനുള്ള വരണം പോകണം. അതുകൊണ്ട് ഞാൻ എനിക്കുണ്ടായിരുന്ന പ്ലാൻ മാറ്റിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഹമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും എല്ലാ ഇതിലും മൊത്തം അൺഎക്സ്പെക്റ്റഡ് ആണ് നടക്കുന്നത്. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട്. പാട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നില്ല. ഗൂഗിൾ അമ്മച്ച് ചതിച്ചു. അതേപോലെ തന്നെ ഫോണിൽ നെറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതെന്താ ഇപ്പുറത്തുനിന്നേ? അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പുറത്തെ ഞങ്ങളുടെ ഹൈറ്റ് ഡിഫറൻസ് നോക്കി ഗൈസ്. ഞാൻ 170 എങ്ങാണ്ട്, ഇവള് 150. അപ്പൊ ഞാൻ 172 കഴിക്കാറ്. എന്നാലും നല്ല വ്യത്യാസമുണ്ട്. ഒന്നെങ്കിൽ ഞാൻ മുന്നിൽ നടക്കണം. ഒരു ചില്ലറ പണി നല്ല കഴിയുന്ന. ഒന്നെങ്കിൽ ഞാൻ മുന്നിൽ നടക്കണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി നടക്കണം. തിരിച്ച് വന്ന് അതേ വഴി തിരിച്ച് നടക്കണം. 4 മിനിറ്റ് അത്രേ ഉള്ളൂ. ഓവർ കോൺഫിഡൻസ് ഇട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാം നടക്കും പറഞ്ഞിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥയായി. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പ്ലാൻ ചെയ്യണമൊന്നും നടക്കില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊക്കെ നടക്കുന്ന. പക്ഷെ ഇതും പ്ലാൻ ചെയ്ത് കൊളമാക്കി. ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല. എന്റെ ഇതുകൂടെ അവള് തെറ്റിപ്പിച്ച്. അതെ, ഞാൻ ചോദിച്ചു നിനക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. വൈഫൈയിലാണ് നോക്കിയത്. ആ സ്ഥലം നോക്കിയിട്ട് അത് കളയാൻ ആരെങ്കിലും പറഞ്ഞോ? അതൊരു അബദ്ധം നടക്കാൻ പറ്റില്ല. അപ്പൊ നീ പറഞ്ഞു തന്നെ എന്റെ കൂടെ വന്നിട്ട് ആകെ മൂഞ്ചി. അതെ, ഇനി നീ വിളിക്കൂടി ഫ്രീ ആണോ? ഞാനല്ലേ നീ ഇങ്ങോട്ടാണ് വിളിച്ചെന്റെ തെളിവുണ്ട്. അന്ന് നീയാണ് വിളിച്ചേ. ഇന്നലെ ഞാൻ വിളിച്ചുള്ളൂ. രണ്ടാമത്തെ ഞാൻ ബേസിലേറ്റിനെയാണ് വിളിച്ചേ. ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ രസം കാരണം അവസാനം കണ്ടെത്തി ഗൈസ്. ഞങ്ങൾ ഇതിന്റെ ചോട്ടിന്നാണ് അങ്ങോട്ടേക്ക് നടന്നു പോയത്. എന്നിട്ട് ഈ കാണുന്ന ചെടിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കയറി. പക്ഷെ ഞങ്ങൾ ആ ഒരു ബോർഡ് കണ്ടില്ല. അതാണ്. പക്ഷെ ഇതിലില്ലല്ലോ, കാണിക്കുന്നില്ലല്ലോ ഇപ്പോഴും. HNM ഉണ്ട്, സി ആൻഡ് എ ഉണ്ട്. വേറെ ഒന്നുമില്ല. റെഡാണ് നമുക്ക്. സൗണ്ടപടലും ചീത്ത കളിക്കുന്ന ഡ്രസ്സേനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ എടുക്കാം.
ഞങ്ങൾ അല്ല 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 ഓൾറെഡി ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അതിന് കുറച്ച് ഭാഗം ഞങ്ങൾ പോസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇടില്ല എന്ന്. കാരണം അതിൽ നല്ല വാക്കുകളല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കുട്ടികളെ കാണുകയാണെങ്കിലോ ആരും കാണുന്നു പോല. അപ്പോൾ ഇനിയും ഇതിനൊരു അവസാനം ഇല്ലെങ്കിൽ ഇതിനൊരവസാനം എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ടി കെ മാക്സ് കിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തും. എന്തോ വലിയ കിട്ടി. എവിടെ ടി കെ മാക്സ് കിട്ടി ഗൈസ്. നമുക്ക് ഉള്ളിൽ കയറാം. നമുക്ക് ഉള്ളിൽ കയറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് ആവശ്യമുള്ള കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ ബാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇത്രയും ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വേണം ഒരെണ്ണം സെലക്ട് ചെയ്യാൻ. ഇതല്ല, കുറച്ചുകൂടെ നോക്കണം, കാരണം അത്യാവശ്യം നല്ല സമയമുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഒരെണ്ണം എടുക്കാൻ. ഗായ്സ് സാധനം കിട്ടി ഗായ്സ്. അങ്ങനെ അവസാനം ടി കെ മാക്സ് തപ്പി പിടിച്ച് സാധനം എടുത്തിട്ടുണ്ട്. എനിക്കാണ് കേട്ടോ, അവക്കല്ല. ഓക്കെ, ഇനി നമ്മുടെ പേര് 4 മണി എങ്ങാണ്ടായപ്പോൾ കയറിയതാണ്. ഇപ്പോൾ സമയം 5:35. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നടന്ന് എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ഇനി 7 മണിക്കാണ് തിരിച്ചു പോകേണ്ട ട്രെയിൻ. അതാലോചിക്കുമ്പോൾ കുറച്ചധികം വിഷമമുണ്ട്. കാരണം എങ്ങനെയൊക്കെ പോവാ, ഒറ്റയ്ക്ക് വീട്ടിൽ പോയി എനിക്ക് പറ്റില്ല. ഞാനത് പറ്റൂല. പക്ഷേ ഇല്ല, അടിക്കാൻ അശ്വതി സാന്ദ്രയ്ക്ക് അങ്ങനത്തെ അടിക്കാൻ അശ്വതി. പിന്നെ ആണെങ്കിൽ അവർക്കും കുഴപ്പമൊന്നുമില്ല. സ്വാലിക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിന് 2 ട്രെയിൻ ആകും. അപ്പോൾ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ നന്നായിട്ട്. അല്ല, നിനക്കെപ്പോഴും ട്രെയിൻ? എനിക്ക് 7 മണി, 7:06. ഞാൻ നോക്കിയിട്ടില്ല, അതാണ് സത്യം. എനിക്ക് 7:06 അങ്ങനെ എന്തോ ആണ്. എൻ്റെ അങ്ങോട്ടല്ലേ. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാം പിടിച്ചു. ഈ പൊണ്ണം ബാഗ് എന്ത് പിടിക്കാദ്യം. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആകെ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു 45 മിനിറ്റേ കിട്ടുള്ളൂ. ഇവിടെ ബസ്സല്ല ട്രെയിൻ 1:15 വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബസ് 2 മണിക്കാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നു, ജസ്റ്റ് വർത്താനം പറയുന്നു, പോകുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ട്രെയിൻ ചതച്ച് ഞങ്ങൾ അനി വന്നപ്പോൾ മെയിനായിട്ട് എന്നെ കണ്ട് മൈലാഞ്ചി വരച്ചിട്ട് കയറ്റി വിടണം എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഹാം വരെ വന്നു. ആരാ കാരണക്കാരി പറ? നീ തന്നെ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവളുടെ വണ്ടിയാണ് 1:15 1:45 കഴിഞ്ഞിട്ട് എത്തിയത്. കാരണം ട്രെയിനിൽ ഒരാള് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അതിന് ഇവളെയും കൂടി കൊണ്ടുപോകാന്നാണ് വിചാരിച്ചത്. അത് നോക്കുമ്പോഴാണ് ബസ് അടപടലം. ഞങ്ങളെ 2 മണീൻ്റെ ബസ്, പിന്നെ 3 മണിക്ക്. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു മൂഞ്ചൽ സംഭവിച്ചു. പക്ഷേ അത് ഇനി ട്രെയിനിൽ കയറിയിട്ട് അവർ പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല, അൺഎക്സ്പെക്റ്റഡ് ആണെന്ന്. പിന്നെ ഒരു ടി കെ മാക്സ് അന്വേഷിച്ചിട്ട് നടക്കാത്ത വഴി അതോ ടി കെ മാക്സിന്റെ വാതിലൂടെയാണ് ഞങ്ങൾ 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതെന്ന് ഓർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ടി കെ മാക്സ് മാത്രമല്ല, എല്ലാം ഉണ്ട്. എല്ലായിടത്തും കയറി ഒന്ന് തല കാണിച്ചു. പക്ഷെ ഞങ്ങൾ ടി കെ മാക്സിൽ വീഡിയോ മാത്രമേ എടുത്തു. ഞങ്ങൾ സിയാൻ്റെ കയറി, ന്യൂയോർക്കറിൽ കയറി, പിന്നെ വേറെ ഏതൊന്നും കൂടെ ഉണ്ട്, ഒൺലിയോ അങ്ങനെ ഇവിടെ കയറി. അവിടേക്ക് നല്ല വിലയായത് കാരണം നമ്മൾ ന്യൂയോർക്കറിലാണ് പോയത്. ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ന്യൂയോർക്കർ ടി കെ മാക്സ് ആണ് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നിയത്. ഇങ്ങനെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണാത്ത ഒത്തിരി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അടിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ, നല്ല വെയിലുണ്ട്, കൊള്ളാലേ. തലേൻ്റെ പുറകിലാണ് സൂര്യൻ, തലേൻ്റെ മുന്നിൽ അനു. പക്ഷെ രാവിലെ തന്നെ മുടിനെക്കാട്ടിൽ ഇപ്പോൾ കുറച്ച് മുടിക്ക് വ്യത്യാസമുണ്ട്. എണ്ണമയൊക്കെ ചൂട് വലിച്ചെടുക്കാൻ പറയും. ഇപ്പം ഈ എണ്ണമയം മുകളിൽ കൈ വേദനയുണ്ട്, വീട്ടിൽ പോയി കുഴമ്പിടണം. ഞാൻ പിടിച്ച റിസേനെ കാണൂല, അതുകൊണ്ടാണ് ഞാൻ പിടിക്കാത്തത്, ക്ഷമിക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെ താത്തി പിടിക്കുമ്പോൾ എൻ്റെ മോങ്ങിൽ നിന്നെ കിട്ടും, ഞാൻ പോകുമ്പോൾ നിന്നെ കിട്ടില്ല. ഇത് ഹോൾ വർക്ക് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടും കയറി. പിന്നെ ഹാമിൽ വന്നിട്ട് ഇനി കയറാത്ത കടയൊക്കെ ചുരുക്കാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എങ്ങനെയും പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ കൊണ്ട് അഫോർഡബിൾ അല്ല. അതുമല്ല, എന്താ സമയപരിമിതിയും ഉണ്ടല്ലോ.
കാരണം 7 മണിൻ്റെ വണ്ടിക്ക് കയറി. ഇനി ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. കഴിപ്പ് മുക്കില്ല. എനിക്ക് ആ ബ്രോട്ട് കഴിക്കാൻ, ബ്രെഡ് കഴിക്കാൻ എനിക്കാവില്ല. നിനക്കും ബ്രെഡല്ലേ? അപ്പം സമാധാനമുണ്ട്. പാരാബോയിൽഡ് റൈസും ടൂണ ഫിഷും ഉണ്ട്. അതാ ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കഴിക്കുന്നത്. എന്തൊരു ടേസ്റ്റ് അറിയോ? രസാ, കുഴപ്പമില്ല. ഇപ്പം ശീലമായതുകൊണ്ട്. പക്ഷെ ഇച്ചിരി ചോറും മോരും ഒക്കെ കഴിക്കുന്ന സുഖമൊന്നും. അത് വീട്ടിലോട്ട് വരാൻ ഞാൻ പറഞ്ഞു, പക്ഷെ നാളെ രാവിലെ എന്നെ വെച്ച് പോകുന്നവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. സോ ആ പ്ലാൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. എല്ലാം കൂടെ ആകെ ഒരു മൂഞ്ചലാണ് കേസ്. എവിടെ ഉണ്ടായിരുന്നു കാണാനില്ലടി. നമ്മളെന്തായാലും ഇനി റെയിൽവേ സ്റ്റേഷനിലല്ലേ വേറെ ഏതെങ്കിലും കട കയറുകയാണെങ്കിൽ അവിടെ എത്തിയിട്ട് കാണിക്കും കേസ്. ബൈ പറ. നമ്മൾ പോവാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പൊ കരയില്ല കേട്ടോ. കരയില്ല, പക്ഷെ നല്ല ചിലപ്പോ പോയി കഴിയുമ്പോ 2 തുള്ളി അറിയത്തില്ല. കരയൊന്നുമില്ല. നീ പ്രത്യേകിച്ച് കരയൊന്നുമില്ല, എന്നാലും നല്ല വിഷമമുണ്ട്. കാരണം ഇനിയിപ്പോൾ ആകെ 3/4 മണിക്കൂറും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ട്രെയിൻ കയറണം, പോകണം. വീണ്ടും പഴയ പോലെ. ഇതുകൊണ്ടാണ് ഞാൻ ആരും കാണാൻ പോകുന്നത്. എല്ലാവരും കാണാൻ പറ്റും. സാന്ദ്രയെ കണ്ടിട്ട് വന്നതിന്റെ വിഷമമായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ഇങ്ങോട്ടല്ലേ? പിന്നെ ഇനി എങ്ങട്ടാ? ഗൈസ് അങ്ങനെ തീർന്നു. ഇത് ലാസ്റ്റാണ്. തീർന്നു എന്ന് പറയുന്നത് ഇത് ലാസ്റ്റാണ്. ഞാനിപ്പോൾ ട്രെയിനിൽ കയറുന്നതും കൂടെ എടുക്കുമായിരിക്കും. പക്ഷേ എല്ലാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതിലിപ്പോൾ പോകും. പോയി കഴിഞ്ഞാൽ ഇനിയപ്പോൾ അല്ല, ചിലപ്പോൾ ഈ മാസം അല്ല അടുത്ത മാസമൊക്കെ ഇത് കാണുമായിരിക്കും. അടുത്ത മാസം തൊട്ടാടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും വിഷ് ചെയ്യണം. ആരും വിഷ് ചെയ്യണം പോരുത്. ആ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം കാണുമെന്ന് ഉറപ്പൊന്നുമില്ല. എന്നാലും കാണും. അടുത്താണല്ലോ. നിനക്ക് മേഘ കൂടെ ഉണ്ടായതുകൊണ്ട് അത്ര ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ. ഇടക്കിടക്ക് എല്ലാവരും വീഡിയോ കോൾ ചെയ്താണ് ദിവസം വിഷമം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പോകാൻ വേണ്ടി നിൽക്കുക. അത്യാവശ്യം നല്ല വിഷമമുണ്ട്. ഇതേ അനുവന്തി അതേ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. അവൾക്ക് 20-നാണ്, എനിക്ക് 7-നാണ് ട്രെയിൻ. നല്ല വിഷമമുണ്ട്, എന്നാലും സഹിക്കാം. അനു പോയി ഗൈസ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴുള്ള ഞാനല്ല, ഇതിന്റെ ഇടയ്ക്ക് പിന്നെ നല്ല ഉഷാറായി. ഒറ്റയ്ക്കായപ്പോൾ കുറച്ച് പ്രശ്നമായത്. പക്ഷെ വന്നപ്പോൾ അടിപൊളിയായി. ഇപ്പം എന്തോ ചെറിയ വിഷമമുണ്ട്. പിന്നെ നെറ്റും കിട്ടണില്ല. അത് അതിലേറെ വലിയൊരു വിശപ്പ്. ഇപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വിളിച്ചെവിടുന്ന നല്ല വിളിച്ചില്ല. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോകാം. ഇപ്പോൾ സമയം 7:45. 8:06-നാണ് എൻ്റെ ബസ്. ബാക്കിൽ ബസ് ചെയ്തിട്ടുണ്ട്. 8:06-നാണ് എൻ്റെ ബസ് വരിക. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ കേസ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇനി വീണ്ടും ബാക്ക് ടു ലൈഫ്. ഇന്നൊരു ദിവസം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ പറയണമെന്നല്ല, അത്യാവശ്യം അടിപൊളിയായിരുന്നു. എപ്പോഴും ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല ഇങ്ങോട്ടും പോണത്. പ്ലാൻ ചെയ്യാതെ വരുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട്. അതുകൊണ്ട് ഇന്നും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രസമുണ്ടായിരുന്നു. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കേസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.